കൊല്ലം പരവൂരിലാണ് ക്ഷീരകർഷകൻ പാൽ തലയിലൂടെ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇതിന് കാരണമായി ക്ഷീരകർഷകനായ വിഷ്ണു പറയുന്നതാണ്. ഏകദേശം 6 വർഷത്തോളമായി പശുവിനെയും മറ്റുമൊക്കെ വളർത്തുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ പരവൂരിനടുത്തുള്ള ഈ കൂനയിൽ സൊസൈറ്റിയിലേക്ക് പാൽ ഈ 6 വർഷമായി നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ 1 വർഷക്കാലമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രശ്നം. അതായത് താൻ പാലുമായി അവിടെ എത്തി വീട്ടിലേക്ക് തിരികെ മടങ്ങുന്ന സമയത്ത് താൻ എത്തിച്ച പാലിന് നിലവാരമില്ല എന്ന് അറിയിക്കുകയും തുടർന്ന് അതിന്റെ ബില്ല് നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ടെന്ന് വിഷ്ണു പറയുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് രാവിലെ അവിടെ സൊസൈറ്റിയിൽ എത്തുകയും ഇത്തരത്തിൽ ആ കൊണ്ടുചെന്ന പാലെടുത്ത് തലയിലൂടെ ഒഴിച്ചൊരു പ്രതിഷേധം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഇയാളുടെ ഭാര്യയായിരുന്നു ആ സൊസൈറ്റിയിലേക്ക് പാൽ എത്തിച്ചത്. അത് വാങ്ങാനായിട്ട് അവിടെ ഉണ്ടായിരുന്നവർ, അതായത് പാൽ സ്വീകരിക്കുന്നതിന് വേണ്ടി ആ സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നവർ തയ്യാറായില്ല. അത് തന്നെയാണ് ഒരു പ്രശ്നത്തിന് കാരണമായി പറയുന്നത്. മാത്രവുമല്ല, ഈ വിഷ്ണു പറയുന്ന അവസാനം 1 വർഷമായിട്ട് ഇത്തരത്തിൽ വർഷങ്ങളായി താൻ പശുവിനെ വളർത്തി ഇത്തരത്തിൽ പാൽ ഇവിടെ നൽകി മറ്റാർക്കും ഒരു പരാതിയുമില്ല. പക്ഷേ പാൽ സൊസൈറ്റിയിലുള്ള ചിലരുടെ താല്പര്യങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിൽ തനിക്കെതിരെ മാത്രം ഈ ഒരു കാര്യം പറയുന്നത് എന്നുള്ള കാര്യമാണ് വിഷ്ണുവും പറയുന്നത്. സൊസൈറ്റിക്കാർ പറയുന്നത്, അതായത് ഗുണനിലവാരമില്ലാത്ത പാലെത്തിക്കുകയും മറ്റു പാലിനോട് ചേർന്ന സമയത്ത് ഇത് പിരിഞ്ഞു പോവുകയും ചെയ്യുന്നു, അതുമൂലം നഷ്ടമുണ്ടായെന്ന് കാണിച്ചുകൊണ്ട് പരവൂർ പോലീസിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അറിയുന്നുണ്ട്. എന്തായാലും ഈ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഷ്ണുവിന് അത് വലിയ രീതിയിൽ കാര്യം, ഇത്രയും നാളായിട്ട് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിട്ട് ഇതുവരെയും ഇല്ലാത്ത രീതിയിൽ ഒരു പരാതി വന്നതോടുകൂടെ വിഷ്ണുവിനും അത് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. പരവൂർ പോലീസിനെ വാക്കാൽ ഇക്കാര്യം പരാതിയായി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പരവൂരിൽ പ്രവർത്തിക്കുന്ന കൂനയിൽ പാൽ സൊസൈറ്റിക്കെതിരെയാണ് ഇത്തരത്തിലൊരു പരാതി ഉയർന്നിരിക്കുന്നത്. എന്തായാലും വിഷ്ണു പരാതി പറഞ്ഞ അടിസ്ഥാനത്തിലും ഒപ്പം തന്നെ ഈ പാൽ സൊസൈറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലും മൃഗസംരക്ഷണ വകുപ്പ് ഇടപെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തി എന്താണ് വസ്തുത എന്നുള്ളത് പുറത്തു കൊണ്ടുവരികയും ചെയ്യണം.